വാർ ആൻഡ് പീസ്, യുദ്ധത്തിനും സമാധാനത്തിനും ഇടയിലെ ഇടവേളകളിൽ നമ്മുടെ പ്രതിരോധ വിദഗ്ധർക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് രാജ്പുത് ബറ്റാലിയനിലെ റിട്ടയർഡ് കേണൽ എസ് ഡിന്നി സാറാണ്. നമസ്കാരം സാർ. താങ്ക് യു. നമസ്കാരം. നമസ്തേ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സൈനിക നേട്ടങ്ങളെ സാർ ഏത് രീതിയിലാണ് കാണുന്നത്? മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഞാൻ എന്തുകൊണ്ടാണ് ഈ മുൻകാലങ്ങൾ എന്ന് പറയുന്നത്, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ട്, പക്ഷേ രണ്ട് ന്യൂക്ലിയർ വെപ്പൺ രാജ്യങ്ങൾ ഭീകരവാദത്തിന് വേണ്ടി ഇതുപോലുള്ളൊരു കോൺഫ്ലിക്റ്റ് മുമ്പെങ്ങും നടന്നിട്ടില്ല. ഇപ്പം മറ്റ് പല കാര്യങ്ങൾക്ക് വരെ ചിലപ്പം യുദ്ധം നടന്നിട്ടുണ്ടാകും, പക്ഷേ ഭീകരവാദത്തിൻ്റെ എഗെയിൻസ്റ്റായിട്ട് ഭാരതം എടുത്ത സ്റ്റാൻഡ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സിവിലിയൻസിനെ വധിച്ചതിന് പകരമായിട്ട് നമ്മളെ സൈന്യത്തിനെ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചേഞ്ചാണ്. രണ്ടാമതായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മളെ ഒരു ഡോമിനൻസ് ഈ കാര്യത്തിൽ നമ്മൾ കണ്ടു. അതും ഭാരതത്തിൻ്റെ ഒരു 10% സൈന്യം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, ഫോഴ്സസിൻ്റെ. ആ 10% വെച്ച് തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിലെ 9 ഭീകരവാദി ക്യാമ്പുകളും 13ഓളം പാകിസ്ഥാനി ബേസസ്, എയർഫോഴ്സ് സ്റ്റേഷൻസ്, എയർഫോഴ്സ് റഡാർ, ഇതെല്ലാം കൂടെ ചേർത്ത് കംപ്ലീറ്റ് ആയിട്ട് തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്, അതും നമ്മൾ നേവിയെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, മറ്റ് അസറ്റ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു യുദ്ധത്തിന് പൂർണ്ണ സന്നദ്ധമായിരുന്നു, പൂർണ്ണ സജ്ജമായിരുന്നു നമ്മുടെ രാജ്യം. ആ ഒരു ഒരുക്കങ്ങളെ ഏത് രീതിയിലാണ് സാർ വിലയിരുത്തുന്നത്? അതും നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി നമ്മൾ യുദ്ധമാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യൂണിയൻ വാർ ബുക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2010 അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തത്. രാജ്യത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ബാധിക്കാതെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തു എന്നാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രാജ്യത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നു, പക്ഷേ സൈന്യത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്തു, അതാരും അറിഞ്ഞില്ല. ഇപ്പം നോക്കൂ, സാധാരണ രീതിയിൽ രാഷ്ട്രീയ സീനിയർ ജേർണലിസ്റ്റാണ്, ഇപ്പോൾ ഒരു രാജ്യത്തിനൊരു യുദ്ധം വരാണെങ്കിൽ ഇവിടുന്ന് ട്രെയിൻ പോകുന്നു, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നു. ഇപ്പോഴാണെങ്കിൽ റിപ്പോർട്ടേഴ്സ് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഒന്നും എങ്ങും റിപ്പോർട്ട് ചെയ്തില്ല, ഒന്നും കണ്ടില്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്യേണ്ട സമയത്ത് പോയി സ്ട്രൈക്ക് ചെയ്തു, തിരിച്ചു വന്നു, അവിടുന്ന് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തടയുകയും ചെയ്തു. അപ്പോൾ അതാണ് ആ ഇപ്പോഴത്തെ പുതിയ ന്യൂ ഏജിൻ്റെ ഒരു രീതിയാണ്. അതായത് നമ്മൾ മൊബിലൈസ് ഒന്നും ചെയ്തില്ല, സൈന്യം എങ്ങും മൂവ് ചെയ്തില്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു. കാർഗിൽ കാലഘട്ടമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ, നമ്മുടെ ഭാഗത്തുനിന്ന് സൈന്യം നടത്തിയ ഒരുക്കങ്ങൾ, അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസം ഉണ്ട്. അതിനകത്ത് കാര്യം 1999 കാർഗിൽ നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പുതിയതായിട്ട് നിയമിച്ച ഒരു അപ്പോയിൻമെൻ്റ് ആണ്. കാർഗിൽ സമയത്ത് അതില്ലായിരുന്നു. അപ്പോൾ ആ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു പ്ലാൻ ആക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ കാർഗിൽ സമയത്ത് ആദ്യം ആർമി മാത്രമായിരുന്നു ഓപ്പറേഷനിലായത്. അവിടെ എയർഫോഴ്സിന് ഒരു റോളും ഇല്ലായിരുന്നു. ഇൻഫാക്ട് എയർഫോഴ്സിൻ്റെ ചീഫ് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല ഇങ്ങനത്തെ കാര്യം നടക്കുന്നു. നേവിയുടെ കാര്യം അതേപോലെ ആയിരുന്നു. പിന്നീട് ആണ് എയർഫോഴ്സ് വന്നത്. എയർഫോഴ്സ് അവർ വന്ന് സ്ട്രൈക്ക് ചെയ്തു, പക്ഷേ അവർ ചില കാര്യങ്ങളൊക്കെ അവരുടെയും നഷ്ടങ്ങളൊക്കെ വന്നു. പക്ഷേ ഇവിടെ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് 3 സൈന്യവും, നേരത്തെ പറഞ്ഞ പോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, NSA എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ആ കോർഡിനേഷനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലുത്. രണ്ടാമതായിട്ടുള്ളത് കാർഗിലും ഇപ്പോഴും നമ്മൾ, കാർഗിൽ പ്രിഡോമിനൻ്റ്ലി ഒരു ഇൻഫൻട്രി ഓറിയൻറ്റഡ്, അത് മലയുടെ മുകളിലായതുകൊണ്ട് ഇൻഫൻട്രി ഞങ്ങളെ പോലുള്ള ട്രൂപ്സ് പോയി ക്യാപ്ചർ ചെയ്ത് ഫിസിക്കലി പിടിച്ചടക്കി അവരെ തള്ളി കളയായിരുന്നു. ഇവിടെ നമ്മൾ എയർഫോഴ്സ് ഉപയോഗിച്ച് അവരുടെ എല്ലാ ടാർഗറ്റ്സിനെയും നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് കാഷ്വാലിറ്റീസ് ഇല്ല. 6 സൈനികർ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും അത് എന്താ പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റീസ് അല്ലായിരുന്നു. മറ്റത് നമ്മൾ 527 സൈനികരാണ് നമ്മൾ കാർഗിലിൽ പോയത്. മൂന്നാമതായിട്ടുള്ളത് അവിടെ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു.
ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ അന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇവിടെ ഫ്രീ ഹാൻഡ് ആയിരുന്നു. ലൈൻ ഓഫ് കൺട്രോൾ മാത്രമല്ല നമ്മൾ ക്രോസ് ചെയ്ത്, നമ്മൾ ഇൻ്റർനാഷണൽ ബോർഡറും ക്രോസ് ചെയ്ത് നമ്മൾ 100 കിലോമീറ്റർ അകത്താണ് പോയി സ്ട്രൈക്ക് ചെയ്തത്. ഈ കാർഗിൽ വാറിൽ നിന്നടക്കം നമ്മൾ പഠിച്ച പാഠങ്ങൾ ഈ പുതിയ ഒരു കാലത്ത് വരുമ്പം ഏതൊക്കെ ലെവലിലാണ് ഈ ഒരു സമയത്ത് ഉപയോഗിക്കപ്പെട്ടത്, അതിൻ്റെ വളരെ ഗുണഫലങ്ങൾ? കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പം നമ്മൾ ഇപ്പോഴത്തെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറിൻ്റെ അച്ഛൻ കെ സുബ്രഹ്മണ്യൻ, അദ്ദേഹം നമ്മുടെ സ്ട്രാറ്റജിക് അഫയേഴ്സിൻ്റെയൊക്കെ വലിയൊരു ഡോയനാണ്. അതായത് ഒരു ഭീഷ്മപിതാമൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഈ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെയൊക്കെ ചെയർമാൻ. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തൊക്കെ ചെയ്യണമെന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്, ആ അപ്പോയിൻമെൻറ്റ് അത് അന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയിൽ കൃത്യമായിട്ട് എന്തൊക്കെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പം 1-2 കാര്യങ്ങൾ വളരെ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളെ മിലിറ്ററി ക്യാപ്പബിലിറ്റി അത് നമുക്ക് അനിവാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാർഗിൽ പോയ സമയത്ത് നമുക്ക് ധാരാളം ഷോർട്ടേജസ് വന്നായിരുന്നു. അതായത് ബോഫോഴ്സിൻ്റെ ആമിനേഷൻ ഷോർട്ടേജ് വന്നു. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് പോയി സ്വീഡൻ നിന്നൊക്കെ വാങ്ങിച്ചു. മിറാജിൻ്റെ തന്നെ പല ലേസർ ഗൈഡഡ് ബോംബ്സിൻ്റെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്വന്തമായിട്ട് GPS ഇല്ലായിരുന്നു. അതായത് അമേരിക്ക അന്ന് നമുക്ക് ഈ GPS അവർ തരാൻ നമുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട്. ഇന്ന് നമ്മുടെ സ്വന്തം സാറ്റലൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് അമിനേഷനോ മറ്റു കാര്യങ്ങളോ നോക്കണമെങ്കിൽ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ആഡിക്വേറ്റ് ഉണ്ട്. പുതിയതായിട്ടുള്ള റഫാൽ യുദ്ധവിമാനം അത് നമ്മൾ കൊണ്ടുവന്നു. S-400 സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം S-400 റഷ്യ എന്നുള്ളത് ഏറ്റവും എനിക്കൊന്ന് ഗെയിം ചേഞ്ചറായിരുന്നു ഇവിടെ. കാരണം ആ ഒരു S-400 സുദർശൻ ചക്ര എന്ന് പറഞ്ഞിട്ടുള്ള അത് ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുള്ള എല്ലാ പ്രൊജക്ടൈൽസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എല്ലാത്തിനെയും അത് തടയാൻ സാധിച്ചു. അപ്പോൾ മൾട്ടി ലെയർ അല്ലെ പല പല ലെയേഴ്സിലായിട്ടുള്ള ഈ എയർ ഡിഫൻസ് സിസ്റ്റം അത് വലിയൊരു പോസിറ്റീവായിട്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നമ്മളെ സ്വന്തമായിട്ട് ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്ത കുറേ വെപ്പനും നമ്മൾ യൂസ് ചെയ്തു. അതിൻ്റെ ഒന്നാണ് ഏറ്റവും ബെസ്റ്റാണ് ബ്രഹ്മോസ്. നമ്മളും റഷ്യ നമ്മൾ ചെയ്തതാണെങ്കിൽ തന്നെ ഭാരതത്തിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രഹ്മോസ് ആണ് ആക്ച്വലി പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ. അതുപോലെ തന്നെ ചില ഡ്രോൺസ് അത് ബാംഗ്ലൂരിൽ ബേസ്ഡ് മറ്റുള്ള അവിടെ ഉണ്ടാക്കി ആ ഡ്രോൺസ് നമ്മൾ ഉപയോഗിച്ചു. പിന്നെ നമ്മുടെ ലക്ഷ്യ, പിന്നെ നമ്മുടെ പിനാക്ക നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ ഇതേപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുള്ളൊരു സെൻറ്റർ ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് കോർഡിനേഷൻ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്ന്. അതെല്ലാം ഇന്ത്യയുടെ തന്നെ നിർമ്മിച്ചതാണ്. അപ്പം ആ ലെവലിൽ നോക്കുമ്പം കാർഗിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പം ഇവിടെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടു എന്ന് തന്നെ പറയുന്നത്. സാർ സർവീസിലുണ്ടായിരുന്ന കാലത്ത് നിന്ന് ഈ ഒരു കാലത്തിലേക്ക് വരുമ്പം ഈ പൊതു സമൂഹത്തിൻ്റെ ഈ സൈന്യത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സർവീസ് നമ്മൾ ജോയിൻ സമയത്ത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് ധാരാളം ആളുകൾ സൈന്യത്തിനെ കുറിച്ച് അറിയുന്നുണ്ട്. പണ്ടൊക്കെ എനിക്കൊന്ന് രാഷ്ട്രീയത്തൊക്കെ ജേർണലിസ്റ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ ഈ സൈന്യത്തിനെ കുറിച്ചുള്ള ന്യൂസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അല്ലെങ്കിൽ സൈന്യവും ന്യൂസ് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നീട് കാലത്തിൻ്റെ അനുസരിച്ച് ഇത് ഇൻഫർമേഷൻ ഒരു യുദ്ധത്തിൻ്റെ തന്നെ അനിവാര്യ ഘടകമായി മാറി. അപ്പോൾ ഇന്ന് ഒരു സൈന്യവും ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മീഡിയയെ മാറ്റി നിർത്തിക്കൊണ്ട് യുദ്ധം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിലെ ബ്രീഫിംഗ്. ആ DGMOs കൃത്യമായിട്ട് എല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ വിത്ത് തെളിവ് സഹിതം കൊടുത്തു. ബാലക്കോട്ടിൽ ആ തെളിവ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ അതിൻ്റെ പാഠത്തിൽ നിന്ന് ഇവിടെ തെളിവ്, വീഡിയോ, ഫോട്ടോഗ്രാഫ്സ് കൊടുത്തു. അപ്പോഴാണ് നമ്മളെ ജനങ്ങൾക്ക് ഓക്കെ ഇതാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്, ശത്രു രാജ്യങ്ങൾക്ക് അത് മനസ്സിലാക്കി ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം അവയർനെസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മറുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള രീതിയിലേക്കും നടക്കും. അപ്പം ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പം. പണ്ട് അത്ര ഇല്ലായിരുന്നു. പണ്ട് നമ്മൾ കുറച്ചും കൂടെ സമൂഹത്തിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മളെ കാര്യങ്ങൾ അങ്ങനെ പുറത്ത് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ കശ്മീരിലൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധുവിൽ കാണുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെയും മറ്റ് ചാനൽസൊക്കെ കുപ്വാഡയിലൊക്കെ പോയി ഇന്ന് ലൈവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തൊക്കെ പണ്ട് ഞാൻ പറയുമ്പോൾ ഇവിടെ ഒന്നും ആർക്കും അറിയത്ത് പോലും ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കശ്മീരിലായിരുന്ന സമയത്ത് ഞാൻ ലീവിന് വന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് വെച്ച് എൻ്റെ ഒരു കോളേജ് സഹപാഠി കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പം എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇപ്പോൾ എവിടെയാണെന്ന് ഞാൻ ഇപ്പം ശ്രീനഗറിലാണ്. അപ്പോൾ നീ നേവിയിലല്ലേ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയത്തില്ല നേവി അവിടെ ഇല്ല എന്നുള്ള കാര്യം അറിയുന്നില്ല. ആ രീതിയിൽ നിന്ന് മാറി ഇന്നെല്ലാം അറിയാം.
എല്ലാവർക്കും എല്ലാം അറിയാം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ മാറ്റം. ഇതുപോലുള്ള സംഘർഷ സമയങ്ങളിലെ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് അപക്വമായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഒബ്സർവേഷനിൽ സാറിന് സോഷ്യൽ മീഡിയയോട് പറയാനുള്ളത് എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പണ്ട് 2 രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പം ഒരു കൃത്യമായിട്ട് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവുമായിരുന്നു. ഒന്നീ മറ്റും ആ രാജ്യം കീഴടങ്ങി, അല്ലെങ്കിൽ അവർ ഇനി യുദ്ധത്തിനില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവർ ജയിച്ചു ഇവർ തോറ്റു. ഇപ്പോൾ 71 യുദ്ധത്തിന് സമയത്തിൻ്റെ ഒരു എക്സാമ്പിൾ. അതിനകത്ത് പാകിസ്ഥാൻ 93,000 ആളുകൾ കീഴടങ്ങി, ഭാരതം ജയിച്ചു, ബംഗ്ലാദേശ് പുതിയൊരു രാജ്യമുണ്ടായി എന്നുള്ള രീതിയിൽ. പിന്നീട് ഇങ്ങോട്ട് യുദ്ധം വരുമ്പം ഇങ്ങനത്തെ ഒരു ഫുട്ബോൾ മാച്ച് പോലെ റെഫറി നിന്ന് ഇതാരാണ് ജയിച്ച് തോറ്റെന്നുള്ള രീതിയിലല്ല. ഇപ്പം യുദ്ധം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു എന്നല്ല, ആളുകളെ എന്ത് പറഞ്ഞ് മനസ്സിലാപ്പിച്ചു എന്നാണ്. അത് വാട്ട് മീനിങ് ഈസ് ബീങ് ഇമ്പോസ്ഡ് ഓൺ ദ പീപ്പിൾ. നമ്മൾ എന്ത് അർത്ഥമാണ് നമ്മൾ ചെയ്തതിന് കൊടുക്കുന്ന ആളുകൾ, അതിലാണ് നമ്മളെ വിജയവും തോൽവിയും. അവിടെ എന്ത് പറ്റുന്നുണ്ട്? സോഷ്യൽ മീഡിയ അതൊരു ടൂളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളും നമ്മളെ ശത്രു രാജ്യങ്ങളും എന്താണോ അവർക്ക് ആ താല്പര്യം, അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന കാര്യവും അവർ മറച്ചു വയ്ക്കുകയും അവരുടെ താല്പര്യമുള്ള കാര്യങ്ങൾ അവർ പുഷ് ചെയ്യാനുള്ള ശ്രമം നടത്തും. ഇതിനെയാണ് ഇൻഫോർമേഷൻ വാർഫെയർ എന്നാണ് പറയുന്നത്. ഇതൊരു യുദ്ധമാണ്. അതിലൂടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെയാണ് അത് സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാർ ആളുകളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്താലും അവർക്ക് വിശ്വാസം വരത്തില്ല. അപ്പോൾ ആ ജനങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ആ സൈന്യം എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളായിരുന്നു ബാലക്കോട്ടിൽ നടന്നത്. ബാലക്കോട്ടിൽ ഇതേ രീതിയിലുള്ള സ്ട്രൈക്ക് നമ്മൾ നടത്തിയിരുന്നു. പക്ഷെ നമ്മളിവിടെ ആളുകൾ ചോദിച്ചു തെളിവ് എന്തിയെ, അത് ചെയ്തോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ട്. അപ്പം ഇമ്പാക്റ്റ് അവിടെ ലോസായി. പക്ഷെ അതേസമയം ഇപ്പം നോക്കൂ, കൃത്യമായിട്ടുള്ള തെളിവും എല്ലാം നോക്കുമ്പോൾ ഇന്നല്ലോ ആളുകൾ എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്തു, നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു യുദ്ധമല്ല, ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ, അതിന് നമുക്ക് ചില വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒബ്ജക്റ്റീവ് അവരുടെ തീവ്രവാദ ക്യാമ്പിനെ തകർക്കുക, ഭീകരവാദികളെ തകർക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ യുദ്ധത്തിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ പോകരുതെന്നും കൂടെ നമ്മൾ താല്പര്യമായിരുന്നു. കാരണം ഭാരതത്തിൽ നിന്ന് യുദ്ധം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഭാരതം വേറൊരു പാതയിലാണ്, അതായത് ഡെവലപ്മെൻറ്റ് ചെയ്യണം, എല്ലാവരെയും വികസനം വേണം എന്നുള്ളതാണ്. അവിടെ യുദ്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് പോകും. അപ്പം യുദ്ധത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നമ്മളെ എതിരാളികളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ അവർക്ക് ആവശ്യം നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് പോകണം. കാരണം ജനറൽ അസീം മുനീറിനെ പോലുള്ള ആളുകൾക്ക് അവർക്ക് നമ്മൾ യുദ്ധത്തിലേക്ക് പോകണമെന്നാണ് താല്പര്യം. അപ്പോൾ എന്ത് ചെയ്യും, അവർ നമ്മളെ കുറച്ച് ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ കയറി പേര് മാറ്റി അങ്ങനെയൊക്കെ അവർ കുറേ പ്രൊപ്പഗാൻഡ ചെയ്യും. അതായത് നമ്മൾ സൈന്യം ഇത് പോരാ, അങ്ങോട്ട് കയറി അടിക്കൂ, നിങ്ങൾ 4 പീസാക്കൂ, ഒക്കെ കഴിഞ്ഞ് പിടിച്ചെടുക്കൂ എന്നൊക്കെയുള്ള രീതിയിലേക്ക്. അപ്പോൾ ഇത് കേട്ട് നമ്മളെ ദേശസ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ തന്നെയും അത് നമ്മൾ ആരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കണം. നമ്മളിപ്പം ചെയ്യുന്നത് എന്താണ്, നമുക്ക് എന്താണ് ഏറ്റവും നമ്മളെ രാജ്യ താല്പര്യം, അത് വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം പെട്ടെന്ന് കയറി കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി ഒരു പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയ ചെയ്യുക. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം ഫോറിൻ സെക്രട്ടറി മിസ്രി. അദ്ദേഹം ഒരു ഫോറിൻ സെക്രട്ടറിയാണ്, ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ എത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്ന് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനാണ് അദ്ദേഹം പറഞ്ഞത് സീസ് ഫയർ ചെയ്യുന്നത്. അത് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഡിസിഷനാണ്. അത് അദ്ദേഹം വന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും എല്ലാം വന്ന് കുറേ പേര് ഇങ്ങനെ വന്ന് ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ അത് വളരെ വിഷമമുള്ള കാര്യമാണ്. അത് നമ്മുടെ രാജ്യത്തിന് താല്പര്യത്തിനുള്ള അല്ല. നമ്മുടെ ഒരു ആർമി ചീഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾ ഈ കാണുന്നത് പോലെ യുദ്ധം ഒരു റൊമാൻറ്റിക് കാര്യമല്ല, അതൊരു ബോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ശരിക്കും എന്താണ് സാർ യുദ്ധം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും അവസാനം എടുക്കേണ്ട ഒരു ഓപ്ഷനാണ്. അതാണ് ഞാൻ യുദ്ധത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഏറ്റവും കൂടുതൽ വയലൻറ്റും, അതായത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതും ഉള്ള ഒരു പ്രക്രിയ കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സൈന്യം യുദ്ധത്തിലേക്ക് വേണ്ടി അല്ല നമ്മുടെ സൈന്യം ഉള്ളത്, യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സൈന്യം. എത്രമാത്രം ശക്തിശാലി സൈന്യമാവുന്നോ അത്രമാത്രം യുദ്ധം ഉണ്ടാവത്തില്ല. പലർക്കും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ട് ഭയങ്കരമായിട്ട്, അങ്ങനല്ല. യുദ്ധം നഷ്ടമാണ്, നാശമാണ്, കുടുംബങ്ങൾ തകരുന്നതാണ്, സാധാരണക്കാർ തകർന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പല്ല യുദ്ധം, ഏറ്റവും അവസാനം. ഇനി നമ്മൾ യുദ്ധത്തിൽ പോയില്ലെങ്കിൽ നമ്മൾ തന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യൂ. അതുകൊണ്ട് യുദ്ധം കാണുന്ന പോലല്ല, അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സൈനികർ മോസ്റ്റ്ലി ഒരിക്കലും യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം അവർക്ക് അറിയാം ഈ നഷ്ടം എന്താണെന്ന്.
സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ലോസസും ഉണ്ട്. ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ ഇതുപോലത്തെ ആളുകളൊക്കെ ലോസ് ആവുന്നുണ്ട്. ഈ യുദ്ധം വന്നാൽ ഏറ്റവും ഫസ്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ആ ബോർഡർ ഏരിയയിലുള്ള സാധാരണക്കാർ ആളുകളാണ്. അവരെ വീട്ടിന് മുകളിലോട്ടാണ് ഷെല്ല് വീഴുന്നത്. അവർക്കാണ് വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനത്തേക്കുള്ള കഷ്ടങ്ങൾ വരുന്നത്. നമ്മൾ യുദ്ധത്തിൽ ഭയക്കുന്നില്ല, പക്ഷേ യുദ്ധത്തിലേക്ക് വേണ്ടി എന്താ പറയുക എടുത്തു ചാടി ചെയ്യണമെന്നുള്ളതല്ല. അതുകൊണ്ട് യുദ്ധം വളരെ ഏറ്റവും അവസാനം ശ്രമം മാത്രമായിരിക്കും. അതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ യുദ്ധം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു. മോദി സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ അതിർത്തി പ്രശ്നങ്ങളിലൊക്കെ എടുക്കുന്ന സമീപനങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യാസം സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ ഡോക്ട്രീൻ ഷിഫ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ പണ്ട് ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു. അതായത് പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യും. പിന്നെ പാകിസ്ഥാൻ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യത്ത പോലുമില്ല. പണ്ട് ഇപ്പം മുംബൈ അറ്റാക്ക് നടന്നു, 177ഓളം പേരാണ് അതിനകത്ത് മരിച്ചത്. പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല. 89 തൊട്ട് 90 തൊട്ട് നമ്മൾ കാശ്മീരിൽ നമ്മളെ തന്നെ ആളുകൾ മരിച്ചു വീഴുന്നുണ്ട് അവിടെ, സിവിലിയൻസും. പക്ഷെ നമ്മൾ അങ്ങനെ രീതിയിലൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റായിരുന്നു നമുക്ക്. അതായത് ഓക്കെ നമുക്ക് പിന്നെ നോക്കാം ഒക്കെ ഉള്ള രീതി. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ മോദിയുടെ രീതിയിൽ നമ്മളൊരു ഒഫൻസീവ് ഡിഫൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ വന്നു. അത് അജിത് ഡോവൽ NSA പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒഫൻസീവ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചായിട്ട് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യും, വേണ്ടി വന്നാൽ അതിന് മുൻപ് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് അദ്ദേഹം അന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് യു ഡു വൺ മുംബൈ ആൻഡ് ബലൂചിസ്ഥാൻ വിൽ ബി ഗോൺ ഫോർ എവർ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി NSA ആവുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതാണ് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ. അതായത് നിങ്ങൾ മുംബൈ പോലെ ഒരു 177 പേരെ നിങ്ങൾ ഇവിടെ നമ്മളെ ഭാരത ഭൂമിയിൽ വന്ന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ എന്നുള്ള രാജ്യം പോലും ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റും എന്നുള്ളൊരു താക്കീത് ഉണ്ട്. അപ്പോൾ അത് അവരുടെ മനസ്സിനകത്തുണ്ട്. 2016 അവർ ഊരിയിൽ, ഞാൻ ഊരിലുണ്ടായിരുന്നു, സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ലൈൻ ഓഫ് കൺട്രോളിലുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഞാൻ താമസിച്ചു. അപ്പോൾ അവിടെ 2016 നമ്മുടെ സൈനികരെ വന്ന് അവർ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കിയിട്ട് പോയത്. അതിന് തിരിച്ചായിട്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് 3 വർഷം നമുക്ക് ശാന്തി ഉണ്ടായിരുന്നു. 2019 പുൽവാമയിൽ CRPFൻ്റെ കോൺവോയിൽ ടാർഗറ്റ് ചെയ്തു, വലിയ കാഷ്വാലിറ്റീസ് നമുക്കുണ്ടായി. നമ്മൾ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു. അത് പാകിസ്ഥാൻ ഒരിക്കലും വിചാരിച്ചില്ല എയർഫോഴ്സ് ഉപയോഗിച്ച് ഇത്രയും ദൂരെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. പിന്നീട് ഒരു 6 വർഷത്തേക്ക് നമുക്ക് വീണ്ടും റിലേറ്റീവ്ലി നമുക്ക് പീസ് ഉണ്ടായിരുന്നു. ഈ 3 പഹൽഗാം നടന്നു 25. അപ്പോൾ ഊരി, പുൽവാമ, പഹൽഗാം, ഇത് 3 ഇപ്പോഴും കശ്മീരിലാണ് നടന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം ബാക്കിയുള്ള നമ്മളിതും കൊണ്ട് ഭാരതത്തിന്റെ മറ്റു സ്ഥലത്തൊന്നും വലിയ രീതിയിലുള്ള ബോംബോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല ഈ ഇത്രയും വർഷങ്ങളിൽ. അപ്പോൾ പഹൽഗാം വഴി നമ്മളിപ്പം വീണ്ടും സ്ട്രൈക്ക് കൊടുത്തു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ള ഒരു രീതി, ഒരു പണിഷ്മെൻറ്റ് നിങ്ങൾക്കൊരു അതിനൊരു കോസ്റ്റ് ഉണ്ട്, ഒരു വില നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മോദി ഡോക്ട്രീനിൽ വരുന്ന ഒരു മാറ്റം. രണ്ടാമതായിട്ട് ഭീകരവാദം ഏതാണോ, ഭീകരവാദി ഗവൺമെൻറ് ഏതാണോ എന്ന് ഞങ്ങൾക്ക് വ്യത്യാസമില്ല. അത് ഞങ്ങൾ ഒന്നാണ്. മൂന്നാമായിട്ട് ഇനി ന്യൂക്ലിയർ ആണ് ഞങ്ങൾ, ന്യൂക്ലിയർ ബോംബ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഒന്നും ചെയ്യരുത്, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് രാജ്യത്ത് വന്നിട്ട് ഭീകരവാദം ചെയ്യും എന്ന് ഞങ്ങൾ കേൾക്കത്തില്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഈ മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഷിഫ്റ്റ് ഇൻ തിങ്കിങ്. നമ്മളുടെ നാട്ടിൽ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും പുതിയ തരം ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഈ പുതിയ സമയത്ത് ഏതൊക്കെ ലെവലിലാണ് നമ്മളെ സഹായിച്ചത്? ഡെഫിനറ്റ്ലി എനിക്കൊന്ന് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ബ്രഹ്മോസാണ്. ബ്രഹ്മോസ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള എല്ലാ ഇൻഡിക്കേഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മോസ് ഇന്നത്തെ ഏറ്റവും അവരുടെ ആ ക്ലാസ്സിലെ സൂപ്പർസോണിക് മിസൈലിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റാണ്. ബ്രഹ്മോസിന് ഇവർക്ക് തടയാൻ സാധിക്കില്ല, അതാണ് അതിൻ്റെ വ്യത്യാസം. അതുമാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള പിൻ പോയിൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ്, അതായത് 1 മീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. എവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ തന്നെ പോയി സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഈ പണ്ട് എവിടെയെങ്കിലും ഒളിച്ചൊക്കെ ഇരുന്നാൽ നമുക്ക് അവർ വിചാരിക്കും അങ്ങനല്ല. ഇന്ന് നിങ്ങൾ ഏത് റൂമിൽ ഒളിച്ചിരിക്കുന്നു ആ റൂമിൻ്റെ വിൻഡോയിലൂടെ വന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഇവിടെ തന്നെയാണ്, റഷ്യയായിട്ട് നമ്മൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. എയർ ഡിഫൻസ് സിസ്റ്റം, പല എയർ ഡിഫൻസ് സിസ്റ്റം നമ്മളതായിട്ട് തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പം ലക്ഷ്യം അതിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈറ്റർ, നമ്മളെ തേജസിൻ്റെ, ഓൾദോ തേജസിൻ്റെ എത്രമാത്രം ഉപയോഗം ഇതിനകത്തുണ്ടെന്നുള്ളത് ഇനി വരത്തേ ഉള്ളൂ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഫൈറ്റർ സ്ക്വാഡൻസ് അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ടാക്കാനുള്ള ശേഷി നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്റേഴ്സിൽ ധ്രുവ്, അറ്റാക്ക് ഹെപ്റ്റേഴ്സും അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സൊക്കെ നമ്മൾക്കുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോൺസ്,
ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അത് പീരങ്കി, ആർട്ടിലറി, കല്യാണി ഗ്രൂപ്പ്സിനെ പോലുള്ള ഇതൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അപ്പം ഓവറോൾ എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഇന്ത്യ ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടറാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ആയുധം സ്വീകരിക്കുന്ന രാജ്യം. വരും വർഷങ്ങളിൽ അത് ഏറ്റവും വലിയൊരു എക്സ്പോർട്ടറായിട്ട് മാറാനുള്ള സാധ്യതയുള്ള ഒരു രാജ്യമാണ്. എനിക്കൊന്ന് ഇപ്പം ഏകദേശം 25,000 കോടിയുടെ നമ്മൾ ഈ വർഷം തന്നെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അത് വരും വർഷങ്ങളിലേക്ക് 50,000 ആക്കാനുള്ള പ്ലാനുണ്ട്. അപ്പം അതാണ് എനിക്ക് തോന്നുന്ന ഒരു നമ്മൾ വെളിയിൽ നിന്ന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന രാജ്യം ഇന്ന് വെളിയിലത്തെയും സ്വന്തമായിട്ടും ഉണ്ട്. നാളെ നമ്മളതായിട്ട് മാത്രമായിട്ടുള്ള രീതിയിലേക്ക് മാറാനുള്ള ഒരു പാതയിലാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമ്പോർട്ടർ എന്ന നിലയിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ഒരു ഗുണഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇതിലൊന്ന്? ഇപ്പോൾ റഫാൽ പോലെയുള്ള നമ്മളെ രാജ്യത്തിനൊരു പ്രശ്നം പറ്റുന്ന വെച്ചാൽ പണ്ടൊക്കെ ഡിഫൻസ് ഡീൽസിൽ കറപ്ഷൻ ഉണ്ടായിരുന്നു, അഴിമതി ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ശ്രീ എ കെ ആൻ്റണി. പക്ഷെ അദ്ദേഹം ഈ കറപ്ഷൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പല തീരുമാനങ്ങളും എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ പോളിസി കറക്റ്റായിരിക്കും. ചിലപ്പം അദ്ദേഹം അറിയാം, അദ്ദേഹത്തിന് ഞാൻ പോളിസി എടുത്തു കഴിഞ്ഞാൽ, ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കറപ്ഷൻ വരുന്നുണ്ട്, അത് വേണ്ട, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അത് അദ്ദേഹം അടുത്തൊരു നിലപാട്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിഫൻസ് ഡീൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്ന് ഒരു കാര്യം വേണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് ഗ്രൗണ്ടിൽ കിട്ടുന്ന അടുത്ത 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഇന്നിപ്പം ഞാനും റഷീദും കൂടി നിൽക്കും, നമുക്കൊരു ഫൈറ്റർ പ്ലെയിൻ വേണം, അല്ലെങ്കിൽ F-16 വേണമെന്ന് വിചാരിക്കുക US നിന്ന്. നമ്മൾ ഇന്ന് തീരുമാനിച്ചാൽ അത് ഗ്രൗണ്ടിൽ വരണമെങ്കിൽ മിനിമം 10 വർഷം വേണം. അപ്പോൾ 10 വർഷം മുമ്പെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കിട്ടുന്നത്. അതാണ് ഈ ഡിഫൻസ് ഇമ്പോർട്ടറിൻ്റെ ഒരു ഇത്. അപ്പോൾ അന്ന് നമ്മൾ 10 വർഷം മുമ്പെടുത്ത തീരുമാനമാണ് S-400 ഡിഫൻസ് സിസ്റ്റം വേണമെന്ന് റഷ്യയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത്. S-400 ആണ് ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ധുവിലെ ഏറ്റവും വലിയത്. റഫാൽ ഇതുപോലത്തെ ഒരു വലിയൊരു ഗെയിം ചേഞ്ചർ. അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ് സൈൻ. അത് നമുക്കറിയാം അന്ന് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായ ഒരു കറപ്ഷൻ ഉണ്ട്, അതുണ്ടെന്നൊക്കെ പറയും. അപ്പം ഡിഫൻസ് ഡീൽസ് പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അതിനൊരു ടൈമുണ്ട്. ആ ടൈം കൂടെ കണക്കാതെ ഇന്ന് നമ്മൾ തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്ക് 10 വർഷം കഴിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് തീരുമാനം എടുത്താൽ നമുക്ക് 10 വർഷം കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. കാരണം സ്ഥിതി എന്ന് വേണമെങ്കിലും മാറാം. പെഹൽഗാം എപ്പോൾ വേണമെങ്കിലും നടക്കാം. പെഹൽഗാം നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ സാധനങ്ങൾ വേണം. നമ്മുടെ അയൽ രാജ്യങ്ങളുടെ ഒരു മനോഭാവത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരുത്തിയിട്ടുണ്ടാവും? അയൽരാജ്യം മാത്രമല്ല, എനിക്കൊന്ന് ലോകരാജ്യങ്ങളിൽ ഇതൊരു പാഠമായിട്ട് മാറും. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 3 ദിവസം കൊണ്ട് 2 ന്യൂക്ലിയർ രാജ്യങ്ങൾ അവരങ്ങോട്ടും ഭീകരവാദത്തിനെങ്കിലും സ്ട്രൈക്ക് ചെയ്ത്, ന്യൂക്ലിയർ ആയിട്ടുള്ള പാകിസ്ഥാൻ ഇങ്ങോട്ടും സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും തിരിച്ചടിച്ച് എന്നിട്ടൊരു സീസ് ഫയർ നടന്നു. എല്ലാം ഒരു 3 ദിവസം കൊണ്ട് തീർന്ന ഒരു രീതി. അപ്പം ലോകത്ത് തന്നെ ധാരാളം പാഠങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാനിന് എന്താ പറയുക, അവരുടെ സൈന്യത്തിന് ഇതിനെക്കാട്ടിയും ഒരു നാണക്കെട്ട ഒരു രീതിയിലേക്ക് കിട്ടാനില്ല. അതായത് അവർ ഇത്രയും പറഞ്ഞ്, അതായത് ചൈനീസിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മളിവിടുന്ന് എന്ത് ചെയ്താലും അവർ നമ്മളെ തടയാൻ സാധിക്കും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. ഈ പാകിസ്ഥാൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ വിചാരം അവർ നമ്മളെ കാട്ടി ഒരു 10 ഇരട്ടി ശക്തിശാലികളാണെന്നുള്ളൊരു ധാരണ അവർക്ക് എപ്പോഴും ഉണ്ട്. അതൊരു പഞ്ചാബി മൈൻഡ് സെറ്റാണ്. അതായത് അവിടുത്തെ ഒരാൾ ഇവിടുത്തെ 10 പേർക്ക് തുല്യരാന്നുള്ളൊരു ധാരണ അവർക്ക്. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളത് പാഠം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് പാഠം പഠിക്കാറില്ല. അപ്പോൾ ഇത് അവർക്ക് തിരിച്ചടിയാണ്. അതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. അവർക്ക് ധാരാളം ഓപ്പറേഷണലായിട്ടുള്ള ഗ്യാപ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എയർ ഡിഫൻസ് സിസ്റ്റം പോരായിരുന്നു, അവരുടെ ഈ ഏർലി വാർണിംഗ് സിസ്റ്റം പോരായിരുന്നു, അവരുടെ എയർഫോഴ്സിൻ്റെ കാപ്പബിലിറ്റി പോരായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പാഠങ്ങൾ അവർ പഠിച്ചു. ചൈനയെ സംബന്ധിച്ചോളം ചൈനയുടെ ഏറ്റവും വലിയ എംബാരസ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് നാണക്കെടുന്ന അവർ കൊടുത്ത ഐറ്റംസാണ് ഇതെല്ലാം. ഈ HQ-9 എന്ന് പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം ചൈന കൊടുത്താണ്. HQ-9 വേണമായിരുന്നു നമ്മൾ അയച്ച മിസൈൽസ് തടയാൻ, പക്ഷെ അത് അറിഞ്ഞില്ല. അപ്പോൾ ചൈനയെ സംബന്ധിച്ചോളം അത് വലിയൊരു ക്ഷീണമാണ്. രണ്ടാമത് ചൈനയെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ്റെ ഗ്യാരണ്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈന ഗ്യാരണ്ടി നിന്നിട്ട് പോലും ഭാരതം പാകിസ്ഥാനെ ഈ രീതിയിൽ അടിക്കാൻ ശേഷി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൈനയ്ക്ക് കൂടെ ഒരു ക്ഷീണമാണ്. അതായത് ഞാനൊരു രാജ്യത്തിന് വേണ്ടി ഗ്യാരണ്ടി ആയിട്ട് എന്നിട്ടും ഭാരതം പോയി അടിച്ചു എന്ന് പറയുമ്പം അത് അവർക്ക്. പിന്നെ മൂന്നാമത് അവരും കാണുകയാണെങ്കിൽ നമ്മളെ എയർഫോഴ്സ് സിസ്റ്റവും ഇതെല്ലാം എങ്ങനെയാണെന്ന്. അപ്പോൾ നാളെ അവരുടെ അഗെയിൻസ്റ്റ് വരുന്നെങ്കിൽ അവർക്കും അറിയാം നമ്മളെ ക്യാപ്പബിലിറ്റി ഇപ്പം
പണ്ടത്തെ പോലല്ല എന്നുള്ളത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയൊരു സാങ്കല്പിക ചോദ്യമാണ്. പാകിസ്ഥാനെയും ചൈനയെയും ഒരുമിച്ച് നേരിടേണ്ടി വരുന്ന ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സൈന്യം അതിന് എത്രത്തോളം സജ്ജമാണ്? രാഷ്ട്രീയത്തിൽ ഇത് സാങ്കല്പിക ക്വസ്റ്റ്യമേ അല്ല. ഇത് നമ്മളെ സൈന്യത്തെ സംബന്ധിച്ചോളം ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. ഇതിന് പറയുന്ന 2 front വാർ എന്ന് പറയും. അതായത് ഒരു ഫ്രണ്ടിൽ പാകിസ്ഥാനും ഒരു ഫ്രണ്ടിൽ ചൈനയും. പിന്നെ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ നമ്മളതിനെ 2.5 ഫ്രണ്ട് എന്ന് പറയും. അപ്പോൾ ചോദിക്കും ഈ 0.5 ഫ്രണ്ട് എന്താണെന്ന് പറഞ്ഞാൽ 0.5 എന്ന് പറഞ്ഞാൽ നമ്മളെ ആഭ്യന്തരമായിട്ടുള്ള ഭീകരവാദി സംഘടനകളും ഈ ഒരു യുദ്ധത്തിന് സമയത്ത് അവർ നമ്മളെ അഗെയിൻസ്റ്റ് ചിലപ്പം തിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2.5 ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് പാകിസ്ഥാനും ഒരു ഫ്രണ്ട് ചൈനയും നമുക്ക് ഒരുമിച്ച് വന്നാൽ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളതാണ് നമ്മളെ ട്രെയിനിങ്ങും നമ്മളെ ഫോഴ്സസിൻ്റെ ഡിപ്ലോയ്മെൻറ്റും നമ്മളെ ഫോഴ്സസിൻ്റെ ക്യാപ്പബിലിറ്റിയും ഇപ്പം നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന വെപ്പൺസും ഡെവലപ്പ് ചെയ്യുന്ന വെപ്പൺസും എല്ലാം ഇതേ ത്രെട്ട് കണ്ടിട്ടാണ്. നാളെ 2 പേരും ഒരേ സമയത്ത് നമ്മളടുത്ത് അറ്റാക്ക് ചെയ്താൽ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും, ആ രീതിയിൽ തന്നെയാണ് നമ്മളെ ഈ ഡോക്ട്രിൻസ് അല്ലെങ്കിൽ നമ്മളെ പോളിസീസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. അതായത് ഒരു സ്ഥലത്ത് ഇവിടെയും വരുന്നുണ്ട്, ഒരേ സമയത്ത് അപ്പുറത്തും വരുന്നുണ്ട്. അത് രണ്ടിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള ഇതുണ്ട്. ആളുകൾ ചിലപ്പം ഡൗട്ട് തോന്നും, സാധാരണക്കാർ, ചൈന വലിയൊരു രാജ്യമല്ലേ, അവർക്ക് ഇത്രയും വലിയ സൈന്യമൊക്കെ ഉണ്ട്, നമ്മളെങ്ങനെ കിടക്കുന്നു. പക്ഷെ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ചൈനയുടെ 80% ഈ പെട്രോളും ഡീസലും FOIലൊക്കെ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ കൂടെയാണ്. 80%. നമ്മളെ ഇന്ത്യൻ നേവി വിചാരിച്ചു കഴിഞ്ഞാൽ അത് തടയാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ യുദ്ധവും വിമാനവും ടാങ്കും ഒക്കെ ഓടിക്കണമെങ്കിൽ അവർക്ക് അതില്ലെങ്കിൽ അവർ വലിയ കുറേ നാളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്ന് അവരെ നമ്മളെ ഹിമാലയസിൽ അവർ ട്രബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ഇന്ത്യൻ ഓഷനിൽ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇന്ത്യൻ നേവി ഇന്ന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേവിയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഡൈനാമിക്സ് ആണ്. അപ്പം ഈ 2.5 ഫ്രണ്ട്, 2 ഫ്രണ്ടും പിന്നെ ഒരു 0.5 ഫ്രണ്ട് നമ്മളെ ഉള്ളിലെ ഭീകരവാദികളെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാപ്പബിലിറ്റിയിൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരുടെ മുമ്പിൽ ഒരു പ്ലാൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളുടെ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റയുടെ അവസ്ഥ മാറ്റുക എന്നൊക്കെയുള്ള. പക്ഷേ ഇതുപോലെ ഒരു പ്രത്യാഘാതം അത് അവർക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ എന്തായിരിക്കും ശരിക്കും ഈ പഹൽഗാം അറ്റാക്കിൻ്റെ ഒരു ലക്ഷ്യമായിട്ടിരിക്കുക? റഷീദ് പറഞ്ഞ പോലെ 100% അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. നമ്മുടെ ഭാരതത്തിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക. അവർ വെറും ആരെങ്കിലും കയറി ഇങ്ങനെ ചെയ്യല്ല. നിങ്ങൾ അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ജനറൽ അസീം മുനീർ ഒരു വളരെ പ്രകോപനമായിട്ടുള്ളൊരു സ്പീച്ച് തന്നത്. അതായത് പല കാര്യങ്ങളും സംസാരിച്ചു. അത് സംസാരിക്കാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ പഹൽഗാം ആ ഒരു രീതിയിലേക്ക് 26 പേരെ അവർ നമ്മളെ ആളുകളെ കൊന്നത്. അതും നമുക്കറിയാം, മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തി. അവർ വിചാരിച്ചത് ഇതിൻ്റെ പേരിൽ ഭാരതത്തിനുള്ളിൽ കലാപം നടക്കും, ഭാരതത്തിനുള്ളിൽ അടി നടക്കും. ആ സമയത്ത് അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടായിരുന്നു അവരുടെ ഒരു മനസ്സിനകത്തിരുന്നത്. പക്ഷെ അവർ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിപ്പോയി. ഇവിടെ ഒന്നും നടന്നില്ല, ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന്. പഹൽഗാം കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ എനിക്കൊന്ന് ഇന്നലെയാണ് ആദ്യമായിട്ട് രാഷ്ട്രീയക്കാർ ചില ചോദ്യങ്ങൾ, എന്തിനാണ് ട്രംപ് പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യം, അതിന് ഇതുവരെ ഓക്കെ 1-2 പേരൊക്കെ നോക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു, ഞാൻ ഇതിനകത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 2 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണെന്ന്. ഒന്ന്, നമ്മുടെ സൈന്യത്തിൻ്റെ ആ ഒരു ക്യാപ്പബിലിറ്റി. 2, നമ്മുടെ നാടിനകത്ത് ഈ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ ഇന്ത്യ ഒന്നാണ് എന്നുള്ള രീതിയിൽ സൈന്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വിഭാഗവും, ഏത് വിഭാഗം എടുത്താലും ശരി, അതിനെ പണ്ടൊക്കെ പല രീതിയിലൊക്കെ മാറി നിന്ന് എല്ലാവരും ഒരുമിച്ച് വന്ന് അത് വലിയൊരു മെസ്സേജ് അവിടെ പോയി. അതെനിക്കൊന്ന് പ്രധാനമന്ത്രി ഇന്നലെ അത് പറഞ്ഞു. അതായത് നമുക്ക് ഐക്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ്. ആ മെസ്സേജാണ് ആക്ച്വലി അവരെ കുറച്ചുകൂടെ തളർത്തിയത്. അവരത് എക്സ്പെക്ട് ചെയ്തില്ല. അവരുടെ വിചാരം എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആളുകൾ ചെയ്യുന്നു. അവർക്ക് പക്ഷേ ഭാരതം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഭാരതം എന്താണ്, ഭാരതത്തിലെ ആളുകൾ എന്താണ്, 140 കോടി ആളുകൾ എന്താണെന്നുള്ളത് അറിയാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ഇതിലും വലിയ തിരിച്ചടി. അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിലൂടെ സൈനികമായിട്ട് തിരിച്ചടി കൊടുത്തു, സിന്ധു നദി കരാറിലൂടെ നമ്മൾ ജലത്തിലൂടെ കൊടുത്തു. പക്ഷേ ഭാരതത്തിൻ്റെ ഐക്യത്തിലൂടെ നമ്മൾ അതിലും വലിയൊരു തിരിച്ചടി അവർ കൊടുക്കുന്നതാണ് എനിക്കിന്നത് പറയാനുള്ളത്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു. ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു.